ഓടിയാവണം. ഞാൻ എത്ര എന്തൊക്കെ കാണിച്ചു ഇതൊന്നും പോരാ. ശരി തന്നെ, ഞാൻ വലിയൊരു ആർട്ടിസ്റ്റ് തന്നെയാണ് അന്ന് വെച്ചിട്ട്. അതെ അതെ. നീ ഇപ്പോൾ ഇവിടെ വീട്ടിലാണോ? ഹലോ. ഞാനിവിടെ വേളിയിൽ. അതെ പോവാർന്നു. എന്റെ പൊന്നായിട്ട് ഒന്നും മിണ്ടാതി. ഞാനേ, നീ വീട്ടിലാണോ? കുളിച്ചോ? പിന്നെ കുളിക്കാൻ ഞാൻ ഇറങ്ങുന്നത്. ഏത് ഡ്രസ് ഇട്ടിരിക്കുന്നേ? നൈറ്റിയോ? എടാ ഒന്നും മിണ്ടാതിരിയോട്, ഞാൻ ഒന്ന് ചൊല്ലിക്കോട്ടെ. അതൊക്കെ എടുത്ത് കളാ. ഞാനൊരു പാർക്കിൽ ഇവിടെ ഒരു പുള്ളിക്കാരൻ വല്ലാതെ അലമ്പുണ്ടാക്കുന്നു. കുറേ സമയമായി. ഒന്ന് ബാക്കി എല്ലാ സ്ഥലത്തും ഓരോ ആൾക്കാർ, അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു. മിമിക്രിയൊക്കെ വേണമെന്ന് പറയാം. ഞാനിപ്പോൾ ഈ പാർക്കിൽ വെച്ച് ഞാൻ എന്ത് മിമിക്രിയോ ചെയ്തു തരണ്ടേ? മിമിക്രിയോ പാട്ടോ ഫണ്ണി ക്വസ്റ്റ്യൻസോ എന്ത് വേണം ഞാൻ ചെയ്തു തരാം. ഒരു വിഷയമല്ല. എന്താ വേണ്ടേ? മിമിക്രി. ഓക്കേ, ഏത് വേണം? ട്രെൻഡ് പിടിക്കാം. വിനായകൻ പിടിക്കാം. കൃഷ്ണ ഗംഗേടാ, ഞാൻ പറഞ്ഞു നീ യമുനയാന്ന്. എടാ ഞാൻ പറഞ്ഞു നീ യമുനയാന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നേട്ടാ, ഞാൻ എൻ്റെ പ്രണയിനിയോട് മിമിക്രി പറഞ്ഞു മിണ്ടല്ലേ? അരെ സൂപ്പർ ആയതാ, അടിപൊളിയാണെന്ന്. ഓക്കെ, മമ്മൂട്ടി എൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ അറിയാലോ. എത്ര വേദികൾ മമ്മൂട്ടിയുടെ ശബ്ദം അനുകരിച്ചിട്ട് ജനലക്ഷങ്ങൾ അല്ലേ? അറിയാലോ, ഞാൻ പറയണ്ടല്ലോ. മമ്മൂട്ടി ഏത് ഡയലോഗ് വേണം? ബിഗ് ബി. ഓ പിടിച്ചോ. ഇഷ്ടം പോലെ ഒരുപാടുണ്ട്. മമ്മൂട്ടിയുടെ പല വേർഷൻസ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റ് അല്ലേ? പിടിച്ചോ, ബിഗ് ബി അല്ലേ? ബേം പറ. പണിയും കഴിഞ്ഞ് ബാപ്പക്ക് അടുത്ത വിമാനത്തിൽ ദുബായിക്ക് പോകാനുള്ളതാണ്. ദുബായിൽ അൽക്കൂസിൽ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ കമ്പനി. ഓ പ്രശ്നമായിരുന്നു. കോവിഡൊക്കെ വന്നതിന് ശേഷം പിന്നെ ആ ബുദ്ധിമുട്ടൊക്കെ ആയി. പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് പിന്നെ ഹലോ പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ നീ പോലെ മമ്മൂട്ടി കഴിഞ്ഞിട്ടില്ല. ബിഗ് ബിയിൽ വേറെ സാധനമുണ്ട്, വേറെ മെയിൻ സാധനമുണ്ട്. മമ്മൂട്ടിന്റെ പ്രധാനപ്പെട്ട സാധനമുണ്ട്. സ്റ്റേജിൽ നിന്നൊക്കെ കയ്യടി കിട്ടിയേ പറയട്ടാ. റെക്കോർഡ് ചെയ്ത് വെച്ചോ, എപ്പോഴും കേൾക്കാമല്ലോ. റെക്കോർഡ് ചെയ്ത് വെച്ചോ. ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ട് ബാപ്പ പള്ളി പോയിട്ടില്ല. പനിയായിരുന്നു. തുമ്മലും പനിയായിരുന്നു, പോയിട്ടില്ല. അവിടെ തനിക്ക് എന്താണോ വേണ്ടത്? താനൊന്നും മിണ്ടാതിരിക്കാവോ? ഞാൻ എങ്ങനെയൊന്നും സൊല്ലിക്കോട്ടെ ഇവിടുന്ന്. ഒരു മോന്തയും വെച്ച് രാവിലെ തന്നെ ഇങ്ങനെ കയറി വരും ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ലേലം സിനിമ സോമൻ സാറിന്റെ ഡയലോഗോ? നീ എന്നെ കൊണ്ട് മൊത്തം ചെയ്യിപ്പിക്കുമല്ലോ ഇപ്പൊ. എടുക്കാം, എന്റെ പൊന്നുമോക്ക് വേണ്ടി ഞാൻ എന്തും എടുക്കാം. സോമനോ തിലകനോ ആരെങ്കിലും എടുക്കാം. ഓക്കെ, എടുത്തു. നേരാ തിരുമേനി, ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. എന്റെ അമ്മയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിന് ഒരൊറ്റ വെട്ടിന്. അതുകൊണ്ട് ഞാൻ ജയിലിൽ പോകുമ്പോ എനിക്ക് 9 വയസ്സ്. എടോ താനൊന്നും മിണ്ടാതിരിക്കും. ഞാൻ എന്റെ പ്രണയിക്ക് എന്റെ സൗണ്ട് അനുകരിച്ചു കൊടുക്കല്ലേ? നമ്മൾ എത്ര വർഷത്തെ പ്രണയാന്നറിയോ? ഹലോ, ഇവിടെ ഒരുത്തന്നെ ഒരു കർമ്മനണ്ടി പോലത്തെ സാധനം വരക്കും വേണ്ട, നാട്ടും വേണ്ട, വീട്ടുകാർക്കും വേണ്ട, ഇങ്ങനെ വന്നിരിക്കുന്ന ഒരുത്തൻ. ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടാവല്ലോ പാർക്കിൽ, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. പാട്ട് വേണമെന്നോ? ഓരോരാഗ്രഹം. പാട്ടും വേണോ ഈ സമയത്ത് പാട്ടാണോ വേണ്ടത്? പാടിത്തരാം. ഓ കുറച്ച് ഫീലുള്ള പാട്ടാണേ. ഓക്കെ, പിടിച്ചോ. മഴ പെയ്താൽ കുളിരാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞു. മഴവില്ലിന്
നിറമുണ്ടെന്ന് എൻ്റെ അമ്മ പറഞ്ഞു. മുതുകണ്ടേ നോക്ക്, 42 വയസ്സില്ലടാ. മഴ പെയ്ത കുളിരാണെന്നും മഴവില്ലിന്റെ കളർ ആണെന്നും എൻ്റെ അമ്മ പറയണോ? നിനക്കറിയണോ? ഇത് കണ്ണിൽ ഇത് കുരു വന്നിരിക്കുന്നത്. നിനക്കാണ് പറയണോ ഇതൊക്കെ? പിന്നെ ഇത് അവന് അമ്മ പറയണോ? കാണോ അവന് കുളിരാണ്. ഇവിടെ ഇരുന്നാലേ ഇവിടെ ശരിയല്ല, ഒരു അലമ്പ് സാധനം. ഞാൻ മാറിയിരിക്കാം. എന്ത് പണിക്ക് പാടായിരുന്നു, എന്റെ കരകരയാക്കുന്നു. ഒരു കഴിവുമില്ലാത്തവൻ. ഓരോരുത്തന്മാർ ഇങ്ങനെ രാവിലെ തന്നെ തുടങ്ങുന്നു. നീ പേടിക്കണ്ടെന്ന്, അത് പ്രശ്നമില്ല. ഇല്ലല്ല, ഞാൻ സ്പോട്ട് മാറി. ആരെ? ഞാൻ മമ്മൂട്ടിന്റെ അടുത്ത് തന്നില്ലേ പൊന്നു, ഇനി വീണ്ടും മമ്മൂട്ടി വേണമെന്നോ? അത് നിറക്കൂട്ടിലെ മമ്മൂട്ടി. ഇപ്പൊ ചെയ്യാം. അത് രാത്രി ഒരു പുലർച്ചെ സമയത്തൊക്കെയാണ് അതിന്റെ ഡെപ്ത് കിട്ടുക. ഇപ്പൊ എത്രത്തോളം അത് സക്സസ് ആവുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞുതരാം. പിന്നെ എൻ്റെ മോക്ക് വേണ്ടിയിട്ട് മമ്മൂട്ടിയോ മാമുക്കോ എന്തുകൊണ്ടും ഞാൻ ചെയ്തുതരാം. നിറക്കൂട്ടിലെ മമ്മൂട്ടിയാ? ഓക്കെ, ഇത് ക്ഷമിച്ചേക്കണേ. ഓക്കെ, ഇവിടെ പിടിക്കണം, കുറല് പിടിക്കണം. ഞാൻ ജീവിതത്തിൽ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മേഴ്സിയെ മാത്രമായിരുന്നു. എൻ്റെ അമ്മയായിരുന്നു മേഴ്സി, എൻ്റെ മോളായിരുന്നു മേഴ്സി, എൻ്റെ ഭാര്യയായിരുന്നു മേഴ്സി, എൻ്റെ എല്ലാമായിരുന്നു മേഴ്സി. ഞാൻ തന്റെ ആരാന്ന്? താനാരാ? തോനല്ലേ ഇപ്പൊ പറഞ്ഞ ആ മേഴ്സിയാ ഞാൻ. ഏത് മേഴ്സി? ഇത് നിറക്കൂട്ടിലെ മമ്മൂട്ടിയുടെ മേഴ്സി. നിറക്കൂട്ടം കൊണ്ട് ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളൂ. ഇന്നലെ ഒരു കുഞ്ചാക്കോ പോവനായിരുന്നു, അവനിപ്പോ അകത്ത് കിടക്കുവാ. കഷ്ടമാണ്. ഒരു പാർക്കിൽ വന്നിട്ട് പ്രണയിക്കുന്നവർക്ക്, ഹലോ, പ്രണയിക്കുന്നവർക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. മിമിക്രാണെങ്കിൽ പാട്ട് പാടാൻ പറ്റില്ല. ഹലോ, ഒരു നിറക്കൂട്ടം കൊണ്ട് ഇറങ്ങിയേക്കോ ഓരോരുത്തന്മാര്. എന്താണിത് മോളെ? അതായത് നമ്മൾ നിറക്കൂട്ട് മമ്മൂട്ടി ഉണ്ടല്ലോ, അത് ഫ്ലോപ്പായി പോയി. എവിടെ ഇരുന്നിട്ടൊന്നും ചൊല്ലാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരവസ്ഥ. മോൾ കേട്ടായിരുന്നോ ചേട്ടൻ പറഞ്ഞ മേഴ്സിന്റെ ഡയലോഗ്? കേട്ടില്ല? ഒന്നുകൂടെ എടുത്തരോ. സ്പോട്ട് ടോപ്പിക്. ആ, ജീവിതത്തിൽ ഞാൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മേഴ്സിയെ മാത്രമായിരുന്നു. എൻ്റെ ഭാര്യയായിരുന്നു മേഴ്സി, എൻ്റെ അമ്മയായിരുന്നു മേഴ്സി, എൻ്റെ മോളായിരുന്നു മേഴ്സി, എൻ്റെ എല്ലാമായിരുന്നു മേഴ്സി. എന്ത് മേഴ്സിക്കുട്ടി MLA, മന്ത്രി, പഞ്ചായത്ത് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് ചെയർമാൻ പേഴ്സൺ, അംഗൻവാടി ടീച്ചർ.